സിനിമയാണ്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ സിനിമ? മലയാളത്തിലാണോ? തമിഴ്, മലയാളം, തെലുങ്ക്? മലയാളത്തിൽ എനിക്ക് കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കംപ്ലീറ്റ് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ തല്ലുമാലയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് അതിനകത്ത് തിയേറ്റർ ഫൈറ്റ് ഒക്കെ. ഇനിയിപ്പോ ഒരു വലിയൊരു ആക്ഷൻ സിനിമയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട് അല്ലേ, നമ്മുടെ പള്ളിച്ചട്ടമ്പി? അതെ, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അതിന്റെ പരിപാടിയിൽ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഹൻലാൽ സിനിമ? കുറച്ച് പാടാണ്, എന്നാലും പെട്ടെന്നൊരു സിനിമ ഓർമ്മ വന്നു. താഴ്വാരം. ഓക്കെ, ഗുഡ് ബാഡ് അഗ്ലി പരിപാടി പോലത്തെ താഴ്വാരം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിവിൻ പോളി സിനിമ? നിവിൻ പോളി സിനിമ ഞാൻ എപ്പോഴും കാണുന്ന മറ്റേ ധ്യാൻ ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു സിനിമയാണ് ആ സിനിമ, ലവ് ആക്ഷൻ ഡ്രാമ. അത് തിയേറ്ററിൽ എല്ലാവരും പല പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് സിനിമ? റൊമാൻറ്റിക് സിനിമ തമിഴാണെങ്കിലോ? തമിഴ് നമ്മുടെ ഒരു മണിരത്നം സിനിമയാണോ? മണിരത്നം സിനിമയാണോ? ഓ, മനസ്സിലായി, നമ്മുടെ സുബ്രഹ്മണ്യപുരം. ഓക്കെ. ഒരു ആക്ഷൻ, കോമഡി അല്ലെങ്കിൽ പിന്നെ ഒരു ത്രില്ലർ, ഇതിൽ അഭിനയിക്കണമെന്ന് തോന്നിയ ഒരു ജോണർ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ എനിക്കൊരു എൻജോയ് ചെയ്യണം, ഇനി എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ജോണർ സിനിമ ഏതായിരിക്കും? ആക്ച്വലി എനിക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അങ്ങനെയല്ല. എനിക്ക് ആക്ച്വലി ചില സിനിമകൾ കാണുമ്പം ഭാഗമാകണം തോന്നുന്ന, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലർ സിനിമകളോട് കുറച്ചുകൂടെ താല്പര്യമുള്ള ഒരാളാണ്. ത്രില്ലർ സിനിമകൾ ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഫ്രീ ടൈമിലാണെങ്കിലും ഞാൻ കാണുന്ന കൂടുതൽ സിനിമകളും ത്രില്ലർ ടൈപ്പ് സിനിമകളാണ്. അപ്പം അങ്ങനെയുള്ള സിനിമകളുടെ ഭാഗമാകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അപ്പം ഞാനൊരു വാച്ച് ഡൗ സിനിമ പറയട്ടെ, ഇപ്പോൾ ബേബി ഗേൾ. എല്ലാവരും അപ്പോൾ തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ആ സിനിമ തിയേറ്ററിൽ പോയി കാണണം. അതൊരു ത്രില്ലർ എന്നതിലുപരി ഒരു ഇമോഷണൽ ഡ്രാമ കൂടെയാണ് ആ സിനിമ. അപ്പോൾ ആ സിനിമ എനിക്ക് തോന്നുന്നു ആ ഒരു ജോണറിൽ വരുന്നൊരു സിനിമയാണ്. ഈ ഒരു ഓഡിയൻസിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഓക്കെ ജസ്റ്റി, താങ്ക് യു.